നമസ്കാരം, വെൽക്കം ടു ക്രിക്കറ്റ് 360. ഇന്നലെ ഓസ്ട്രേലിയയുമായിട്ട് ഏറ്റ പരാജയത്തിന് ശേഷം കുറച്ച് പേരെങ്കിലും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ശുഭ്മൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് ഈ ODI മാച്ചിൽ. 2 മാച്ച് കഴിഞ്ഞിട്ടുള്ളെങ്കിലും ശരിക്കും പറഞ്ഞാൽ ശുഭ്മൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി വിലയിരുത്താനുള്ള, വൈറ്റ് ബോളിലെ ക്യാപ്റ്റൻസി വിലയിരുത്താനുള്ള ഒരു ടൈം ആയിട്ടില്ല, 2 മാച്ചേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗില്ലിനെ ഭാവിയിലേക്ക് കാണുന്നതിനെ പറ്റിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇപ്പോൾ വിരാട് കോഹ്ലി നമുക്കറിയാം, പണ്ട് വിരാട് കോഹ്ലി ക്യാപ്റ്റനായ സമയത്ത് രോഹിത് ശർമ്മ 2 IPL കപ്പ് നേടി നിൽക്കുന്ന സമയത്താണ് വിരാട് കോഹ്ലി ക്യാപ്റ്റനാവുന്നത്. ഒരു പോസ്റ്റർ ബോയ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആസ് എ റെഡ് ബോൾ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻസ് ഓഫ് ഓൾ ടൈം ആണെന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിലും വൈറ്റ് ബോളിൽ ഒരു ട്രോഫി നേടാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിച്ചില്ല. മോശം ക്യാപ്റ്റനാണെന്നുള്ളതല്ല. ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് എന്തുകൊണ്ട് ട്രോഫി നേടാൻ സാധിച്ചു, അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് എന്തുകൊണ്ട് ട്രോഫി നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് അതൊരു ലക്ക് ഫാക്ടർ ഉണ്ട്. അത് മാത്രമല്ല, ചില ക്യാപ്റ്റന്മാർക്ക് അതിൻ്റെ നാക്ക് അറിയാം. അത് രോഹിത് ശർമ്മയ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ ധോണിക്കും ഉണ്ട്. പക്ഷേ വിരാട് കോഹ്ലിക്ക് അതില്ല എന്നുള്ളത് നമ്മൾ IPL RCB ക്യാപ്റ്റനായി ഇത്രയും വർഷം ക്യാപ്റ്റനായിട്ടിരുന്ന വിരാട് കോഹ്ലി അതിനുശേഷം ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ടിരുന്നു. ഒരു ട്രോഫി പോലും വിരാട് കോഹ്ലിക്ക് നേടാൻ സാധിച്ചില്ല എന്നുള്ളത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചല്ല, അല്ലെങ്കിൽ അതൊരു ലക്കിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു നാക്കിൻ്റെ, അതായത് ട്രോഫി വിൻ ചെയ്യുക എന്നുള്ളത് വേറെ കാര്യം, അല്ലെങ്കിൽ വിൻ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരിക്കാം. വിരാട് കോഹ്ലി ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിരുന്നപ്പോൾ വിൻ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട്, ഇന്ത്യയുടെ ഫ്യൂച്ചർ പോസ്റ്റർ ബോയ് ആയിട്ട്, ഒരു ബ്രാൻഡായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റ് കാണുന്ന ഒരു പ്ലെയറാണ് ശുഭ്മൻ ഗില്ല്. ഇവിടെ നമുക്ക് രോഹിത് ശർമ്മ 2027 വേൾഡ് കപ്പ് വരെ ഈസിലി അവൈലബിൾ ആണെന്ന് തന്നെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് ഇന്നലത്തെ പെർഫോമൻസും കൂടെ കാണുമ്പോഴത്തേക്ക്. ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രേയസ് അയ്യർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ശുഭ്മൻ ഗില്ലിനെ ആസ് എ ക്യാപ്റ്റൻ എന്ത് റെക്കോർഡാണുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് നോക്കിക്കഴിഞ്ഞാലും വലിയ റെക്കോർഡ്സ് ഇല്ല. അത്ര വലിയ സംഭവമൊന്നും ചെയ്തതായിട്ട് നമുക്ക് IPL ഹിസ്റ്ററിയിൽ നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു. ആ ഒരു ടീമിനെ, ആ ഒരു യങ് ടീമിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ആ എനർജി ലെവലിലും ഒക്കെ സൂപ്പർ തന്നെയായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ശുഭ്മൻ ഗില്ലിന് തീർച്ചയായിട്ടും ഒരു ഭാവി ഉണ്ടെന്ന് തന്നെ ഞാൻ കാണുന്നു. പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ആൻഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻസി ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോൾ ഗെയിം തന്നെയാണ്. സോ അത് നമുക്ക് പല എക്സ്പീരിയൻസ് മുന്നിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുഭ്മൻ ഗില്ലിനെ ഒരു ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ട് ഇന്ത്യ കാണുന്നത് എനിക്കൊരു അപകടമായിട്ടാണ് തോന്നുന്നത്. ഇനി T20യിലേക്ക്, ഈ ഒരു 2026 വേൾഡ് കപ്പ് കൂടെ കഴിഞ്ഞാൽ T20യിലേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കാനുള്ളൊരു പ്ലാൻ ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റിന് ഉണ്ട് എന്ന് എനിക്കൊരു പേടി തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രേയസ് അയ്യറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ IPL ഇപ്പോൾ ഡൽഹിയെ പണ്ട് ഒരു ഫൈനലിൽ എത്തിച്ച ഒരു ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. കഴിഞ്ഞ വർഷം പഞ്ചാബിനെ നേരെ എങ്ങും അല്ലാതെ കിടന്നൊരു ടീമിനെ നേരെ ഫൈനലിൽ എത്തിച്ചു. സോ ക്യാപ്റ്റൻസി ഒരു സ്കില്ലുണ്ട്, ആ ഒരു നാക്ക് ഉണ്ട് ശ്രേയസ് അയ്യർ എന്നുള്ളത് വിസിബിളാണ്. സോ അതിനെ നർച്ചർ ചെയ്യാൻ ശ്രമിക്കാതെ ശുഭ്മൻ ഗില്ലിനെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആക്കിയതിൽ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ ODI ക്യാപ്റ്റനായി ഈ 2 മാച്ച് കൊണ്ട് എന്തായാലും ജഡ്ജ് ചെയ്യാറൊന്നും ആയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ശ്രേയസ് അയ്യർ ആയിരുന്നു ഒരു വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ട് കൺസിഡർ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ ODIയിൽ ധൃതി വെച്ച് ശുഭ്മൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രോഹിത് ശർമ്മനെ മുന്നോട്ട് തുറന്നതിന് ശേഷം, കുറച്ചും കൂടെ നോക്കിയതിന് ശേഷം ഇപ്പോൾ ശ്രേയസ് അയ്യറിനെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആക്കുന്നതായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. T20യിലെയും കൂടെ ശ്രേയസ് അയ്യറിൻ്റെ പെർഫോമൻസ് അവസരം കൊടുത്ത് നോക്കിയതിന് ശേഷം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇന്ത്യയുടെ ഈ തള്ളിക്കറ്റിലുണ്ടല്ലോ ശുഭ്മൻ ഗില്ലിനെ ആസ് എ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ, അത് വേറെ ഒരു രാജ്യവും ഈ ഒരു സമയത്ത് ചെയ്യാത്തതാണ്. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ നോക്കിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ മറ്റേത് രാജ്യം, ഇംഗ്ലണ്ട് നോക്കിക്കഴിഞ്ഞാലോ, ഒന്നും ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ല. ഇംഗ്ലണ്ടിൽ ബെൻ സ്റ്റോക്സ് ആണ് ടെസ്റ്റ് ക്യാപ്റ്റൻ, വൈറ്റ് ബോളിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ ഹാരി ബ്രൂക്ക് ആണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് അതുപോലെ 2 ക്യാപ്റ്റൻസ് ആയിരുന്നു. കാരണം ഇത്രയും മാച്ചസ് ആണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ODI, T20, ടെസ്റ്റ്, ഒരുപാട് മാച്ചസ്, വർക്ക് ലോഡ് തന്നെ വളരെ അധികമാണ്. ഇപ്പോൾ ശുഭ്മൻ ഗില്ല് അവിടെ ടെസ്റ്റിൻ്റെ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് ODIയുടെ ക്യാപ്റ്റനാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ 3 ഫോർമാറ്റിൻ്റെ ക്യാപ്റ്റനോ ആകുന്നത് പോരാഞ്ഞിട്ട് IPL ഒരു ഫ്രാഞ്ചൈസിയുടെ കൂടെ ക്യാപ്റ്റനാണ്. സോ ആവശ്യമില്ലാത്ത പ്രശ്നമാണ് ഒരു പ്ലെയറിൻ്റെ മുകളിലേക്ക്. അത് ശുഭ്മൻ ഗില്ലായാലും ഏതൊരാളായാലും ശരിക്കും സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി തന്നെയാണ് നല്ലത്. ഒരുപക്ഷെ വൈറ്റ് ബോൾ ആൻഡ് റെഡ് ബോൾ എന്ന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ 3 ഫോർമാറ്റിൽ 3 ക്യാപ്റ്റൻ എന്ന് ചിന്തിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോച്ചിന് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രശ്നം, അതൊക്കെയാണ് ഒരു ന്യായമായിട്ട് അജിത് അഗാർക്കർ പറയുന്നത്. കോച്ചിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും എന്നുള്ളത് എല്ലാ ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റനായാലും. സോ എനിക്ക് ഈ പോക്ക് ഒരു അപകടത്തിലേക്കാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മല്ലു സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ QR കോഡൊക്കെ നമുക്ക് സ്ക്രീനിൽ തന്നെ എന്തായാലും കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ക്രിക്കറ്റ് ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടെ അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ മാച്ച് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി മറ്റൊരു ന്യൂസ് ഉള്ളത്, ഇന്ത്യ വുമൻസ് വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തു സെമി ഫൈനലിലേക്കൊന്നുള്ളതാണ് ന്യൂസ്. ഇന്നലെ
ഇന്ത്യ vs ന്യൂസിലൻഡ് മത്സരത്തിൽ ആധികാരികമായി തന്നെ ഇന്ത്യ ജയിച്ചു. പ്രതിക റാവൽ 122 റൺസ് അടിച്ചു. അതുപോലെ തന്നെ സ്മൃതി മന്ദാന 109 റൺസ് അടിച്ചു. നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് സ്മൃതി മന്ദാന ബാറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു. ന്യൂസിലൻഡിനെ എന്നാലും ഇന്നലെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ എന്തായാലും ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കുമ്പോൾ പക്ഷേ ഇന്ത്യയുടെ മുമ്പിലുള്ളൊരു അപകടം, ഇന്ത്യ ഓസ്ട്രേലിയ ഫേസ് ചെയ്യേണ്ടി വരും സെമി ഫൈനലിൽ എന്നാണ്. ഓസ്ട്രേലിയ ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ടേബിളിൽ, ഇന്ത്യ ഏറ്റവും താഴെയാണ്. ഇനി ഇന്ത്യക്ക് ബംഗ്ലാദേശോടൊരു മാച്ച് ഉണ്ട്. ആ മാച്ചിൽ വലിയ മാർജിനിൽ, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു വിൻ നേടിയാലേ ഒരു പക്ഷേ എന്തെങ്കിലും സാധ്യതയുള്ളൂ ഈ റൺ റേറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇംഗ്ലണ്ടിന് മുകളിൽ പോകാനും ഓസ്ട്രേലിയ സെമി ഫൈനലിൽ നിന്ന് ഒഴിവാക്കണം. എന്തായാലും ഓസ്ട്രേലിയ ഫേസ് ചെയ്തേ പറ്റൂ, സെമി ഫൈനലായാലും ഫൈനലായാലും. എങ്കിലും സെമി ഫൈനലിൽ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മുന്നോട്ടുള്ള ഫൈനലിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ഇതാണ്. ഓസ്ട്രേലിയ ഒരു അൺബീറ്റബിൾ സൈഡാണ്, അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു സൈഡാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ വേറെ ന്യൂസാണ്, നമ്മുടെ അയൽവാസി പാകിസ്ഥാൻ വീണ്ടും ചോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മാച്ച് ഇന്നലെ പരാജയപ്പെട്ടു. ഫസ്റ്റ് ഇന്നിങ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാകിസ്ഥാൻ ബാറ്റ് ചെയ്തിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ മുത്തുസ്വാമി ആയിക്കോട്ടെ, റബാഡ ആയിക്കോട്ടെ, അതുപോലെ സ്റ്റബ്സ് ആയിക്കോട്ടെ, സൂപ്പർ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് പെർഫോമൻസ്. പ്രത്യേകിച്ചും റബാഡയും മുത്തുസ്വാമിയുടെ ലാസ്റ്റ് വിക്കറ്റിൽ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ അടിപൊളിയായിട്ട് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. തിരിച്ച് പാകിസ്ഥാൻ വെറും 128 റൺസിന് ഓൾ ഔട്ടായി. ബാബർ അസത്തിന് മുമ്പിൽ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ടായിരുന്നു പ്രൂവ് ചെയ്യാനായിട്ട്. കുറേ നാളായി ബാബർ അസം റൺ അടിച്ചിട്ട്, പ്രത്യേകിച്ചും ഹോം കണ്ടീഷൻസിൽ ബാബർ അസം ഒരു 50 അടിച്ചിട്ടാണ് ഒരുപാട്, എനിക്കൊന്ന് 3 വർഷത്തിൽ കൂടുതൽ എന്തായി 50 അടിച്ചു ബാബർ അസം. പക്ഷേ പാകിസ്ഥാനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. വെറും 68 റൺസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഫോർത്ത് ഇന്നിങ്സിലുള്ള ഒരു വിജയലക്ഷ്യം. 2 വിക്കറ്റ് നഷ്ടത്തിൽ സൗത്ത് ആഫ്രിക്ക അത് വിൻ ചെയ്തു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് അത് ഒരു മികച്ച വിജയം തന്നെയാണ്. സബ് കോണ്ടിനെന്റിൽ വന്നിട്ട് ഒരു വിന്ന്, അത് അവരുടെ അത്രയും സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ഈ വിൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്തിട്ട് വരുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ അവർക്കൊരു പരിഗണനയൊന്നും ആരും അധികം കൊടുക്കുന്നില്ല. കാരണം അതൊരു ഭാഗ്യം കൊണ്ട് ജയിച്ച പോലെയൊക്കെയാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരു യങ് ആയിട്ടുള്ള ടീം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടീം, ഒരു ടെസ്റ്റ് ടീം അവർക്കുണ്ട് എന്ന് അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഇന്ത്യയിലേക്കാണ് വരുന്നത്. അവിടെ ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റിലെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച്. ഐ ആം ഒരു ഡൈഹാർഡ് സൗത്ത് ആഫ്രിക്ക ഫാനാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് വരുമ്പോഴും, ഇപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ടെസ്റ്റ് ജയിച്ചിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഒരു ടെസ്റ്റ് ജയിക്കുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും ഇന്ത്യക്ക് സംഭവിക്കാനില്ല. അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പറയാമല്ലോ, ഞാൻ ക്രിക്കറ്റ് കാണുന്നത് ഒരു ഡൈഹാർഡ് ഇന്ത്യൻ ഫാനായിട്ടായിരിക്കത്തില്ല എപ്പോഴും. ഒരുപക്ഷെ ചില മാച്ചുകളിലൊക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള മാച്ചുകളിലൊക്കെ ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. ഓസ്ട്രേലിയ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, അതേസമയം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചോ അല്ലെങ്കിൽ ഇന്ത്യ ഒരു വീക്ക് ടീമോട്ടൊക്കെ കളിക്കുമ്പോൾ ആ വീക്ക് ടീം ജയിക്കണമെന്നും പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. സോ എപ്പോഴും താഴെയുള്ള ടീം വലിയ ടീമിന് കോമ്പറ്റീഷൻ കൊടുക്കണം, ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങൾ കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ കളിയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കളി കാണുന്നത്. ഡൈഹാർഡ് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യ പോയിട്ട് സൗത്ത് ആഫ്രിക്കയായിട്ട് വളരെ ഇതായിട്ട് ഒരു മാച്ചിൽ ഇന്ത്യ ജയിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ കളി കാണുന്ന ഒരാളല്ല ഞാൻ. അവിടെ സൗത്ത് ആഫ്രിക്ക നല്ല ക്രിക്കറ്റ് കളിച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. സോ അതായിരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഇന്ത്യ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രിവ്യൂവിൽ, അതിനുശേഷം ഇന്ത്യ പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അപ്പോഴത്തെ ഇതിൽ ഇന്ത്യ ജയിക്കണം. ഫസ്റ്റ് മാച്ച് ഇന്ത്യ തോറ്റതുകൊണ്ട് സെക്കൻഡ് മാച്ച് ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വന്ന് ഓസ്ട്രേലിയ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പറയുന്നത്. പിന്നെ കണ്ടീഷൻസും ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സ്വതപ്പിയിട്ട് ഇന്ത്യ തോൽക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. സോ അതാണ് ഇന്നത്തെ ക്രിക്കറ്റ് 360. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.